ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാം കാടുകളിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. കാടും കാട്ടുമൃഗങ്ങളും എല്ലാം നമുക്കിഷ്ടമാണ്. ഞാനും ഒരുപാട് ആസ്വദിച്ചാണ് കാടുകളിലേക്കുള്ള യാത്രകളും ട്രക്കിങ്ങുകളും സ്റ്റേകളും ഒക്കെ ചെയ്യാറ്. ഈ യാത്രകളിലെല്ലാം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഏത് കാടാണെന്ന് വെച്ചാൽ പെരിയാർ കടുവാ സങ്കേതം തന്നെയാകും. എന്തുകൊണ്ടാണ് പെരിയാർ കടുവാ സങ്കേതം എനിക്ക് ഇത്രയും പ്രിയപ്പെട്ടതായത്? എന്താണ് പെരിയാർ കടുവാ സങ്കേതത്തിൻ്റെ പ്രത്യേകതകൾ? മറ്റ് കാടുകളിലൊന്നുമില്ലാത്ത ഒരു പ്രത്യേകത നമ്മുടെ ഈ പെരിയാർ കടുവാ സങ്കേതത്തിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാടുകളിലേക്കുള്ള യാത്രകൾ പല സ്ഥലങ്ങളിലേക്കും പല സംസ്ഥാനങ്ങളിലേക്കും പല കാടുകളിലേക്കും നമ്മൾ പോയിട്ടുണ്ട്. തമിഴ്നാട്, കർണാടക, രാജസ്ഥാൻ, ഗുജറാത്ത് ഇങ്ങനെയുള്ള പല കാടുകളിലേക്കും നമ്മൾ യാത്ര ചെയ്ത് കാട് യാത്രയാണ്. എങ്കിലും ഏറ്റവും പ്രിയപ്പെട്ടത് പെരിയാർ തന്നെയാണ്. ഒരുപാട് കടുവാ സങ്കേതങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്തെങ്കിലും പെരിയാറിലേക്കുള്ള യാത്രകൾ എന്നും എനിക്ക് സ്പെഷ്യലാണ്. കാരണം മറ്റൊന്നുമല്ല, കാടിനുള്ളിലേക്ക് നടന്നുപോയി വന്യമൃഗങ്ങളുടെ അടുത്തുപോയി അഡ്വഞ്ചർ നിറഞ്ഞ ഒരു ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന കടുവാ സങ്കേതമാണ് പെരിയാർ കടുവാ സങ്കേതം. അതുപോലെ തന്നെ കാടിനുള്ളിലേക്ക് നടന്നുപോയി കൊടും കാടിനുള്ളിൽ താമസിക്കാൻ പറ്റുന്ന ഏക കടുവാ സങ്കേതങ്ങളിൽ ഒന്നുമാണ് പെരിയാർ കടുവാ സങ്കേതം. പെരിയാറിന്റെ ഒരു പ്രത്യേകതയും ഇതൊക്കെ തന്നെയാണ്. കാടിനുള്ളിലേക്ക് ഒരു ദിവസം നീളുന്ന ട്രക്കിങ്ങുകളും കാടിനുള്ളിൽ 8 കിലോമീറ്റർ അകലെ പോയി താമസിക്കുന്ന സ്റ്റേകളും എല്ലാം ഉണ്ട് ഇവിടെ. അതാണ് മറ്റ് കടുവാ സങ്കേതങ്ങളിലും മറ്റ് കാടുകളെയും അപേക്ഷിച്ച് പെരിയാറിന് പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് പെരിയാർ ആകുന്നത് തന്നെ. പെരിയാറിലേക്ക് നമ്മൾ പോയാൽ സ്റ്റേകൾ ചെയ്യുന്നത് ടൈഗർ ട്രെയിൽ പോലെയുള്ള പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 8 കിലോമീറ്റർ ഉള്ളിലാണ് നമ്മുടെ സ്റ്റേ വരുന്നത്. അത് കൊടും കാടിനുള്ളിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യത്തിൽ നമുക്ക് കഴിയാൻ സാധിക്കും. ഇവിടെ നിന്ന് നടന്ന് നമ്മൾ അവിടെ എത്തുന്നവരെയുള്ള അനുഭവങ്ങളും ആ സ്റ്റേകളിൽ നിന്നും പല ഡയറക്ഷനിലേക്ക് നമ്മൾ ട്രക്കിംഗ് പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു അഡ്വഞ്ചറും ഫീലും നമുക്ക് ഇവിടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ പെരിയാർ എന്നും പ്രിയപ്പെട്ടതാകുന്നത്. കടുവാ സങ്കേതങ്ങളിൽ നടക്കുവാനുള്ള സാഹചര്യങ്ങൾ മറ്റ് കടുവാ സങ്കേതങ്ങളിലൊന്നുമില്ല. പിന്നെയുള്ളത് പറമ്പിക്കുളം ടൈഗർ റിസർവിലാണ്. പറമ്പിക്കുളം ടൈഗർ റിസർവിലും സ്റ്റേകളിലേക്ക് പോകുവാൻ നമ്മുടെ വണ്ടിയിൽ മാത്രമാണ് പോകുന്നത്. എല്ലാം റോഡ് സൈഡിൽ തന്നെയാണ്. പെരിയാറിൽ മാത്രമാണ് നടന്ന് കാടിനുള്ളിലേക്ക് പോയി പല ഡയറക്ഷനിലേക്ക് അവിടെ താമസിച്ച് ട്രക്കിങ് നമുക്ക് പോകാൻ പറ്റുന്നത്. പെരിയാറിൻ്റെ മറ്റൊരു പ്രത്യേകതയായി ഞാൻ കാണുന്നത് വാഹനങ്ങൾ കയറി ചെല്ലാത്ത ഒരു കടുവാ സങ്കേതമാണ്. പബ്ലിക്കിന് ഒരിക്കലും വാഹനങ്ങൾ അലൗഡ് അല്ല പെരിയാർ കടുവാ സങ്കേതത്തിൽ. ആകെയുള്ളത് ചില ഫോറസ്റ്റ് ക്യാമ്പുകളിലേക്ക് സ്റ്റേഷനുകളിലേക്ക് മാത്രം വണ്ടിയാണ്. ഭൂരിഭാഗം ക്യാമ്പ് ഷെഡുകളിലേക്കും അല്ലെങ്കിൽ ഫോറസ്റ്റ് ഓഫീസുകളിലേക്കും നടന്നു തന്നെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പോകുന്നത്. അതുകൊണ്ട് തന്നെ കാടിൻ്റെ തനതായ രീതിയിൽ തന്നെ ഇപ്പോഴും സംരക്ഷിക്കപ്പെടുന്ന ഒരു കാടാണ് പെരിയാർ കടുവാ സങ്കേതം. വന്യമൃഗങ്ങൾക്ക് യാതൊരു ശല്യവും കൂടാതെ വാഹനങ്ങൾക്കൊട്ടും പ്രവേശനവുമില്ലാത്ത ഒരു ഒന്നാന്തരം കാട്. അതുപോലെ തന്നെ കാടിന് ഏറ്റവും സൗന്ദര്യമുള്ള കാടും പെരിയാറാണ്. പെരിയാറിൻ്റെ ലാൻഡ്സ്കേപ്പ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു മനോഹാരിതയാണ് നൽകുന്നത്. പെരിയാർ കടുവാ സങ്കേതത്തിൽ ഇടതൂർന്ന വനങ്ങളുണ്ട്, ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയകളുണ്ട്, അതുപോലെ തന്നെ വലിയ വയലുകളുണ്ട്. ക്യാച്ച്മെൻറ്റ് ഏരിയയിൽ വെള്ളം ഇറങ്ങിപ്പോകുമ്പോൾ മനോഹരമായ വയലുകളുണ്ട്, പുൽമേടുകളുണ്ട്. അതുപോലെ തന്നെ കാടുകൾക്ക് പുറമെ വലിയ മലകളുണ്ട്, കുന്നിൻമുറകളുണ്ട്. ഈ കുന്നിൻമുറങ്ങളിലെല്ലാം ശരിക്കും എലഫന്റ് ഗ്രാസ് അതുപോലെയുള്ള ഗ്രാസ് ലാൻഡുകളുണ്ട്, പുൽമേടുകളുണ്ട്. അങ്ങനെ വൈവിധ്യമാർന്ന ഒരു പ്രത്യേകതയുള്ള ഒരു കാടാണ് പെരിയാർ കടുവാ സങ്കേതം. പെരിയാർ കടുവാ സങ്കേതത്തിൽ പ്രധാനമായും 3 സ്റ്റേകളാണ് നമുക്കുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട സ്റ്റേ എന്ന് പറഞ്ഞാൽ ടൈഗർ ട്രെയിൽ എന്ന പ്രോഗ്രാമാണ്. ഈ ടൈഗർ ട്രെയിൽ പ്രോഗ്രാം 2 വിധമുണ്ട്. ടൈഗർ ട്രെയിൽ 2 നൈറ്റ് പ്രോഗ്രാം, 1 നൈറ്റ് പ്രോഗ്രാം. ഇതിൽ ഏറ്റവും ഹെവി പ്രോഗ്രാം ഏതാണെന്ന് വെച്ചാൽ ടൈഗർ ട്രെയിൽ 2 നൈറ്റ് പ്രോഗ്രാമാണ്. നമുക്ക് കാടിനെ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുവാനും കാടിനുള്ളിൽ 2 ദിവസം താമസിക്കാനും പറ്റുന്ന ഒരു കിടിലൻ പ്രോഗ്രാമാണ് ഈ ടൈഗർ ട്രെയിൽ 2 നൈറ്റ് പ്രോഗ്രാം. മറ്റൊരു കാടുകളിലും നമുക്കിങ്ങനെ സാധിക്കുകയില്ല.
2 ദിവസം കൊടും കാടിനുള്ളിൽ താമസിച്ച് കാടിൻ്റെ പല പല നാനാഭാഗങ്ങളിലേക്കും ട്രക്കിങ്ങുകളും പോയി ബാംബു റാഫ്റ്റിംഗ് ഒക്കെ നടത്തി വന്യമൃഗങ്ങളെ തൊട്ടടുത്ത് കാണുവാൻ പറ്റുന്ന ഒരു ഒന്നാന്തരം പ്രോഗ്രാമാണ് ടൈഗർ ട്രെയിൽ 2 നൈറ്റ് പ്രോഗ്രാം. ടൈഗർ ട്രെയിൽ 2 നൈറ്റ് പ്രോഗ്രാമിന് 2 നൈറ്റിന് 10,000 രൂപയാണ് പെർ ഹെഡ് ചാർജ് ചെയ്യുന്നത്. 6 പേർക്ക് മാത്രമാണ് സൗകര്യമുള്ളത്. ടെൻറ്റിനുള്ളിലാണ് നമ്മൾ താമസിക്കുന്നത്. ഒരു ടെൻറ്റിൽ 2 പേര് എന്ന അടിസ്ഥാനത്തിൽ 3 ടെൻറ്റുകളാണ് ഇവിടെ ഉള്ളത്. 10,000 രൂപയ്ക്ക് ഈ പ്രോഗ്രാം വെർത്ത ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും വെർത്താണ്. അത്രയും കിടിലം പ്രോഗ്രാമാണ്. ഇവിടെ ഉണ്ടാക്കി തരുന്ന ഗാർഡുമാർ, ചേട്ടന്മാർ ഉണ്ടാക്കി തരുന്ന തനതായ ഫുഡെല്ലാം കഴിച്ച് കാടിൻ്റെ ഉള്ളിൽ നമുക്ക് റിസർവയറിൻ്റെ തീരത്ത് താമസിക്കുകയും കാടിനെ അറിഞ്ഞ് നടക്കുവാനും കാട്ടുമൃഗങ്ങളെ കാണുവാനും തൊട്ടടുത്ത് പോയി കാണുവാനുമുള്ള അഡ്വഞ്ചർ ടൂറിസം ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന കിടിലം പ്രോഗ്രാം. ടൈഗർ ട്രെയിൽ പ്രോഗ്രാം വീക്കിലി വൺസ് മാത്രമാണുള്ളത്. ആഴ്ചയിൽ 1 ദിവസം മാത്രം. ശനിയാഴ്ച രാവിലെ ആരംഭിച്ച് തിങ്കളാഴ്ച ഉച്ചയോടുകൂടി അവസാനിക്കുന്ന പ്രോഗ്രാമാണ് 2 നൈറ്റ് പ്രോഗ്രാം. ടൈഗർ ട്രെയിൽ 2 നൈറ്റ് പ്രോഗ്രാമിൽ നമ്മൾ ഏകദേശം 35-40 കിലോമീറ്ററോളം നമ്മൾ നടക്കേണ്ടി വരും. അതുകൊണ്ട് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുമല്ലോ ഈ പ്രോഗ്രാമിൻ്റെ ഒരു അഡ്വഞ്ചർ എന്താണെന്നുള്ളത്. ശനിയാഴ്ച തുടങ്ങി തിങ്കളാഴ്ച ഉച്ചയോടെ അവസാനിപ്പിക്കുമ്പോഴേക്കും നമ്മൾ ഏകദേശം 35-40 കിലോമീറ്ററോളം കാടിനുള്ളിൽ നടന്നിട്ടുണ്ടാകും. പക്ഷേ ഒരിക്കലും നമ്മളെ മടുപ്പിക്കില്ലാത്ത ഒരു ഹെവി പ്രോഗ്രാമാണ് ടൈഗർ ട്രെയിൽ 2 നൈറ്റ്. അത് ഞാൻ പറയുന്നതിൽ കൂടുതൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ. 10,000 രൂപയ്ക്ക് മുടക്കി ടൂറിസം അല്ലെങ്കിൽ നമ്മളിങ്ങനെ കാടുകളിലേക്ക് പോകേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ, കാടിനെ അറിയണമെങ്കിൽ, കാട്ടുമൃഗങ്ങളെ കാണണമെങ്കിൽ നമ്മൾ ഒരിക്കലെങ്കിലും പോയി താമസിച്ചാൽ വീണ്ടും വീണ്ടും നമ്മളെ അങ്ങോട്ട് വലിച്ചടിപ്പിക്കുന്ന എന്തോ ഒരു മാസ്മരിക ശക്തി ഉണ്ട് ഈ കാടിന്. അങ്ങനെയുള്ളൊരു ഹെവി പ്രോഗ്രാമാണ് ടൈഗർ ട്രെയിൽ 2 നൈറ്റ് പ്രോഗ്രാം. ഈ ടൈഗർ ട്രെയിലിന് തന്നെ 1 നൈറ്റ് പ്രോഗ്രാമുകളും ഉണ്ട്. അതായത് ആഴ്ചയിൽ 2 ദിവസം മാത്രം നടത്തപ്പെടുന്ന ഒരു പ്രോഗ്രാം. 2 നൈറ്റ് ശനിയാഴ്ച ആരംഭിച്ച് തിങ്കളാഴ്ചയാണ് അവസാനിക്കുന്നതെങ്കിൽ 1 നൈറ്റ് പ്രോഗ്രാം ആരംഭിക്കുന്ന ചൊവ്വാഴ്ച ആരംഭിച്ച് ബുധനാഴ്ച ഇറങ്ങുകയും വ്യാഴാഴ്ച ആരംഭിച്ച് വെള്ളിയാഴ്ച അവസാനിക്കുകയും ചെയ്യുന്ന രീതിയിലാണ്. ഈ പ്രോഗ്രാമും ഒട്ടും മോശമല്ല കേട്ടോ. എങ്കിലും കൂടുതൽ നല്ലത് ടൈഗർ ട്രെയിൽ 2 നൈറ്റ് പ്രോഗ്രാം ആയിരിക്കും. 1 നൈറ്റ് പ്രോഗ്രാമിന് ഏകദേശം 7,200 രൂപയാണ് പെർ ഹെഡ് ചാർജ് ചെയ്യുന്നത്. ഈ 2 നൈറ്റിൻ്റെ സെയിം സ്റ്റൈൽ തന്നെയാണ് നമ്മൾ താമസിക്കുന്നത്. ഇതിനൊന്നും ഇത്ര എക്സ്പ്ലനേഷൻ ആവശ്യമില്ല എന്ന് എനിക്കറിയാം. ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ഇതാണ്. പക്ഷേ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഈ പെരിയാറിലേക്ക് തന്നെ യാത്ര ചെയ്യുന്നത്? എന്നെ ഇത്രയും കൂടുതൽ അട്രാക്റ്റ് ചെയ്ത മറ്റൊരു കാടില്ല. ഇത്രയും എന്നെ ആകർഷിച്ചതും ഇത്രയും എനിക്ക് കാഴ്ചകൾ തന്നതും അനുഭവങ്ങൾ തന്നതുമായ മറ്റൊരു കാടില്ല. എനിക്ക് എപ്പോഴും പെരിയാറിലേക്ക് യാത്ര പോയാൽ വളരെയധികം സന്തോഷമാണ്. ഓരോ യാത്രയിലും എനിക്ക് ഓരോ കാഴ്ചകളാണ് ആ കാട് തരാറുള്ളത്. വ്യത്യസ്തങ്ങളായ കാഴ്ചകൾ തന്ന് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചിട്ടുള്ള ഒരു കാടാണ് ഈ പെരിയാർ കടുവാ സങ്കേതം. നമ്മുടെ സുഹൃത്തുക്കൾ എന്നോട് പറയുന്നവർക്ക് നാട്ടിൽ അന്വേഷിച്ചാൽ കിട്ടിയില്ലെങ്കിൽ കാട്ടിലായിരിക്കും, കാട്ടിലാണെങ്കിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ പെരിയാറിൽ അന്വേഷിച്ചാൽ മതിയെന്നാണ് പറയുന്നത്. രസകരമായ ഒരു സംഭവം കേട്ടോ അത്. പെരിയാർ എന്നെ ഇത്രയേറെ മോഹിപ്പിച്ചിട്ടുണ്ട് ആ കാട്. 2 നൈറ്റ് പ്രോഗ്രാമിന് 7,200 രൂപയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. 6 പേർക്ക് മാത്രമാണ്. സെയിം 2 നൈറ്റ് പോലെ തന്നെ 1 നൈറ്റിനും 6 പേർക്ക് മാത്രമാണ് സൗകര്യമുള്ളത്. ഈ 1 നൈറ്റ് പ്രോഗ്രാമിലും ട്രക്കിംഗ് കുറവൊന്നുമല്ല കേട്ടോ. നമുക്ക് ഒരു ട്രക്കിംഗ് കൂടുതൽ കിട്ടും 2 നൈറ്റിന് പോയാൽ എന്നുള്ളത് മാത്രമാണ്. 1 നൈറ്റിന് തിങ്കളാഴ്ച ആരംഭിച്ച് ചൊവ്വാഴ്ച ആരംഭിച്ച് ബുധനാഴ്ച അവസാനിക്കുമ്പോൾ ബുധനാഴ്ച രാവിലെ ട്രക്കിംഗ് കഴിഞ്ഞാണ് നമ്മൾ തിരിച്ചിറങ്ങുന്നത്. അതുപോലെ ചൊവ്വാഴ്ച രാവിലെ ആരംഭിച്ച് ബുധനാഴ്ച ഉച്ചയോടുകൂടിയാണ് നമ്മൾ പുറത്തിറങ്ങുന്നത്. അതും ഏകദേശം 25 കിലോമീറ്റർ ഏകദേശം നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും. 25-30 കിലോമീറ്ററിനുള്ളിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും. അതും ഒരു ഹെവി പ്രോഗ്രാമാണ്. പിന്നെ പൈസ കൊണ്ട് താരതമ്യം ചെയ്യുമ്പോൾ 2 നൈറ്റ് തന്നെയായിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുക. 7,200 10,000 കൊടുത്താൽ 2,800 വ്യത്യാസത്തിൽ ഒരു ദിവസം കൂടി കാടിനുള്ളിൽ താമസിക്കുകയും കാടിനെ എക്സ്പ്ലോർ ചെയ്യാനും നമുക്ക് സാധിക്കും. ഈ 2 പ്രോഗ്രാമും ബുക്ക് ചെയ്യാനായിട്ട് പെരിയാർ കടുവാ സങ്കേതത്തിൻ്റെ ഒഫീഷ്യൽ സൈറ്റായ periyartigerresort.org എന്ന സൈറ്റിൽ കയറി നമുക്ക് പ്രോഗ്രാമുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. കാടുകൾക്കെല്ലാം ഓരോ കാലാവസ്ഥയിലും ഓരോ ഭംഗിയാണ്. മഴക്കാലമായാൽ മറ്റൊരു ഭംഗി, വേനൽക്കാലമായാൽ മറ്റൊരു ഭംഗി. വേനൽക്കാലമായാൽ കൂടുതൽ സൈറ്റിങ് കിട്ടും, മഴക്കാലമായാൽ സൈറ്റിങ് കിട്ടും. അതോടൊപ്പം തന്നെ കാടിൻ്റെ ഭംഗിയും കാടിനുള്ളിൽ മഴ പെയ്യുമ്പോഴുള്ള ആ ഒരു ഫീലും നമുക്ക് ലഭിക്കും.
അതുകൊണ്ട് ഇത് എല്ലാ കാലാവസ്ഥയിലും നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. കാടുകളിലേക്ക് തുടർച്ചയായി യാത്ര ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് യാത്ര ചെയ്യുന്ന ആൾക്കാർ ചോദിക്കുന്ന കാര്യമുണ്ട്. എനിക്ക് ഓരോ യാത്രയിലും പെരിയാർ തരുമ്പോൾ ഓരോ കാഴ്ചയും ഓരോ അനുഭവങ്ങളുമാണ് തരുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. കാട് നമുക്ക് വേണ്ടി കാത്തുവെച്ചിരിക്കുന്ന ഓരോരോ കാഴ്ചകളാണ് ഓരോ യാത്രയിലും കിട്ടുന്നത്. പെരിയാറിലെ മറ്റൊരു ഹെവി പ്രോഗ്രാമാണ് ഇടപ്പാളയം വാച്ച് ടവർ. ടൈഗർ ട്രെയിലിന് ഓപ്പോസിറ്റായി മറ്റൊരു ഡയറക്ഷനിലാണ് ഈ പ്രോഗ്രാം ഇരിക്കുന്നത്. കാടിനുള്ളിലെ വാച്ച് ടവറിനുള്ളിൽ നമുക്ക് താമസിക്കാം. പഴയ കാലത്ത് രാജാക്കന്മാർ വേട്ടയാടാൻ വന്നിരുന്ന ഒരു സ്ഥലമാണ്. ഈ ലൊക്കേഷൻ തന്നെ കാണുമ്പോൾ നമുക്ക് ആദ്യം ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. എത്രയോ മനോഹരമായൊരു ലൊക്കേഷനിലാണ് ഇവർ ഈ വാച്ച് ടവർ സ്ഥാപിച്ചിരിക്കുന്നത്. പഴയ കാലത്ത് അവരുടെ ആ ഒരു രാജാക്കന്മാരുടെ ആ ഒരു ബുദ്ധി നമ്മൾക്ക് മനസ്സിലാവേണ്ട അപ്പോഴാണ്. ഇത് ശരിക്കും ഒരു എലഫന്റ് കോറിഡോറാണ് ഇടപ്പാളയം വാച്ച് ടവർ. ആനിമൽസ് എല്ലാം പാസ് ചെയ്ത് ക്രോസ് ചെയ്ത് തമ്പടിച്ച് നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഇവർ ഇത്രയും നല്ലൊരു വാച്ച് ടവർ ഉണ്ടാക്കിയിരിക്കുന്നത്. വാച്ച് ടവറിൽ മനോഹരമായ ആ വയലിൽ കാട്ടുപോത്തുകളും മാനകളും മ്ലാവുകളും എല്ലാം വന്ന് തമ്പടിക്കും. രാത്രികാലമായാൽ ഇവരുടെ മുന്നിലാണ് നമ്മൾ കിടക്കുന്നത്. ആനയും കാട്ടുപോത്തും എല്ലാം നമ്മുടെ മുറ്റത്തിനോട് ചേർന്ന് വന്ന് നിൽക്കും. നമ്മുടെ സ്റ്റേയിലേക്ക് കാട്ടാനകൾ നടന്നു വരുമ്പോൾ കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുള്ളൂ. ധൈര്യമായി തന്നെ നമുക്ക് കാട്ടാനകളെ തൊട്ടടുത്ത് നിന്ന് കാണുവാൻ സാധിക്കും. കാട്ടാനകൾ നമ്മളെ ലക്ഷ്യമാക്കി നടന്നു വരുമ്പോൾ നമുക്ക് പേടിക്കേണ്ടതില്ല. കാരണം ട്രെഞ്ച് ഉള്ളതുകൊണ്ട് കാട്ടാനകൾ അതിനുള്ളിലേക്ക് കടക്കുകയില്ല. കടുവയും പുലിയും എല്ലാം കടന്നു പോകുന്ന ഒരു മനോഹരമായ ലൊക്കേഷൻ, അതാണ് ഇടപ്പാളയം വാച്ച് ടവർ. ഇടപ്പാളയം വാച്ച് ടവറിന് 2 പേർക്ക് മാത്രമാണ് താമസമുള്ളൂ എന്നൊരു ഡ്രോബാക്ക് മാത്രമാണ് ഞാൻ കാണുന്നത്. 9600 രൂപയാണ് 2 പേർക്ക് ചാർജ് ചെയ്യുന്നത്. നമ്മൾ ബോട്ടിൽ പോയി ഇറങ്ങി അവിടെ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ നടന്നാൽ ഈ മനോഹരമായ ഇടപ്പാളയം വാച്ച് ടവറിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഈ യാത്രയിലൊരു പ്രത്യേകം നമുക്കൊരു ബോട്ട് യാത്രയും കൂടി നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. 2 പേർക്ക് മാത്രമേ ഉള്ളല്ലോ സൗകര്യം എന്നുള്ള ഒരു സങ്കടം മാത്രമാണ് നമുക്ക് ഇവിടെയുള്ളത്. ശരിക്കും ഫാമിലിയായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടൽ ലൊക്കേഷനായിരുന്നു ഇടപ്പാളയം വാച്ച് ടവർ. പക്ഷേ നമുക്ക് 2 പേർക്ക് മാത്രം ആണ് അനുവദനീയമുള്ളത് കൊണ്ട് അതൊരു പോസിബിളായ കാര്യവുമല്ല. 9600 രൂപയ്ക്ക് ഫുഡ്, താമസം, ട്രക്കിങ് എല്ലാം ഇതിലും ഉൾപ്പെടും. ഇത് ആഴ്ചയിൽ എല്ലാ ദിവസവും തന്നെ ഈ പ്രോഗ്രാം ഉണ്ട് കേട്ടോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:30 ബോട്ടിനാണ് നമ്മൾ വന്ന് പോകുന്നത്. വൈകുന്നേരം 3 മണിയോടുകൂടി നമ്മളിവിടെ എത്തും. പിന്നെ വൈകുന്നേരം ഒരു ചെറിയ നടത്തമൊക്കെ ആകാം. ചില സമയങ്ങളിൽ നടത്തത്തിൻ്റെ പോലും കാര്യമില്ല. ഫ്രണ്ടിൽ കാട്ടാനകളും കാട്ടുപോത്തുകളും ഭാഗ്യമുണ്ടിൽ കടുവയും വന്നിട്ട് പോകും. മിക്കവാറും തന്നെ കാട്ടാനകൾ തമ്പടിക്കുന്ന ഒരു മനോഹരമായ ലൊക്കേഷനാണ് ഇത്. കാട്ടുപോത്തുകളും മ്ലാവുകളും സ്ഥിരം അതിഥികളാണ് ഇവിടെ. കാട്ടാനകളുടെ ശരിക്കും ഒരു വിഹാര കേന്ദ്രമാണ് കേട്ടോ ഇടപ്പാളയം വാച്ച് ടവറിൻ്റെ ഈ ഫ്രണ്ടിലെ വയൽ. നമ്മൾ പോയപ്പോൾ നമുക്ക് ലഭിച്ച പല കാഴ്ചകളും നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഈ കാണുന്ന വിഷ്വലൊക്കെ തന്നെ നമ്മളെ ലക്ഷ്യമാക്കി കാട്ടാനകൾ നമ്മുടെ ഈ വാച്ച് ടവറിന് ചുറ്റും തമ്പടിക്കുന്ന കാഴ്ചകളാണ്. ഈ പ്രോഗ്രാം ബുക്ക് ചെയ്യാനായിട്ട് പെരിയാർ ടൈഗർ റിസോർട്ട് ORG സൈറ്റിൽ കയറി ഇടപ്പാളയം വാച്ച് ടവർ ബുക്ക് ചെയ്താൽ മതി. എല്ലാ ദിവസവും തന്നെ അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് കിട്ടാനുള്ള ചാൻസുകളും കൂടുതലാണ്. പിന്നെ മറ്റൊരു പ്രോഗ്രാമാണ് ജംഗ്ലിൻ പ്രോഗ്രാം. ഇവിടെയും 2 പേർക്ക് മാത്രമാണ് താമസ സൗകര്യമുള്ളത്. അതുകൊണ്ട് തന്നെ അതും നമുക്ക് ഫാമിലിയായിട്ട് വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാടിനുള്ളിലെ മനോഹരമായ വയലിൻ്റെ തൊട്ടടുത്ത് ഫ്രണ്ടിലാണ് ഈ സ്റ്റേ ഇരിക്കുന്നത്. കാട്ടാനകളും എല്ലാം ഇവിടെ തമ്പടിക്കാറുണ്ട്. വളരെ കുറച്ച് മാത്രം ട്രക്കിങ്ങുകൾ ചെയ്താൽ നമുക്കിവിടെ എത്താൻ സാധിക്കും. 7600 രൂപയാണ് 2 പേർക്ക് ഈ പ്രോഗ്രാമിന് ചാർജ് ചെയ്യുന്നത്. ഭക്ഷണം, ട്രക്കിങ് എല്ലാം ഉൾപ്പെടുന്ന പാക്കേജാണ്. എങ്കിലും വാച്ച് ടവറും ടൈഗർ ട്രെയിൽ പ്രോഗ്രാമുമായിരിക്കും ഈ പെരിയാറിലെ ഏറ്റവും നല്ല പ്രോഗ്രാമുള്ളത്. ജംഗ്ലിൻ പ്രോഗ്രാം മോശമൊന്നുമല്ല. ട്രക്കിംഗ് കുറവ് വേണ്ടവർക്ക് കാടിനുള്ളിൽ ആസ്വദിക്കാൻ പറ്റുന്ന മറ്റൊരു സ്ഥലമാണ് ജംഗ്ലിൻ. ഒരുപാട് നടക്കാൻ സാധിക്കുന്നില്ലാത്തവർക്ക് വന്ന് താമസിച്ചിട്ട് പോകാൻ പറ്റുന്ന സ്ഥലമാണ് ജംഗ്ലിൻ. 2 പേർക്ക് മാത്രമാണ്. ഇതിൻ്റെ പിന്നിലും ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കാട്ടുപോത്ത്, ആന എല്ലാം തമ്പടിക്കും. വേനൽക്കാലമായാൽ ഒരുപാട് ആനകൾ തമ്പടിക്കും ഒരു സ്ഥലമാണ്. കാടിനുള്ളിലേക്ക് ഏത് സ്റ്റേയിലായാലും നമ്മൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ എല്ലാം നമ്മളെ തേടി വിരുന്നുകാരായി എത്തും. കാടിൻ്റെ കാഴ്ചകൾ അങ്ങനെയൊക്കെയാണ്. കാടുകളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ കാഴ്ചകളൊന്നും തന്നില്ല എന്നിരിക്കും. എന്നാൽ ചില സമയങ്ങളിൽ നമുക്ക് കാട് നമ്മളെ വിളിച്ചുണർത്തി കാഴ്ചകൾ കാണിച്ചു തരും. പെരിയാർ എന്നെ ഒരിക്കലും നിരാശപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മാസത്തിൽ ഒന്നെങ്കിലും പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാടാണ് പെരിയാർ.
ഞാൻ വേനൽക്കാലത്ത് പോയിട്ടുണ്ട്, മഴക്കാലത്ത് പോയിട്ടുണ്ട്, ഹെവി മഴയിൽ പോയിട്ടുണ്ട്. ഏത് കാലാവസ്ഥയിൽ ഞാൻ പോയാലും എനിക്ക് ഈ കാട് ഒരിക്കലും എന്നെ നിരാശപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ട്രക്കിംഗ് പ്രോഗ്രാമുകളുണ്ട്. 1 ഡേ ട്രക്കിംഗ് പ്രോഗ്രാമുകൾ രാവിലെ 8 മണിക്ക് ആരംഭിച്ച് വൈകുന്നേരം 5 മണിയോട് തീരുന്ന 2 ട്രക്കിംഗ് പ്രോഗ്രാമുകളുണ്ട്. ബോർഡർ ഹൈക്കിംഗ് പ്രോഗ്രാം എന്ന് പറയും. തോണ്ടിയാറ് ബോർഡർ ഹൈക്കിംഗ്, പ്രാണ്ടിപ്പാറ ബോർഡർ ഹൈക്കിംഗ്. ഇതിൽ ഏകദേശം 17 to 20 കിലോമീറ്ററോളം നമ്മൾ കവർ ചെയ്യും ഒരു ദിവസം. 8 മണിക്ക് നടക്കാൻ തുടങ്ങിയാൽ വൈകുന്നേരം 5 മണി വരെ നടത്തമായിരിക്കും. ഉച്ചയ്ക്ക് ഒരു ക്യാമ്പ് ഷെഡിൽ നമുക്ക് ഫുഡ് അനുവദി ഉണ്ട്. ഇതിൻ്റെ അകത്തും ഫുഡ് ഇൻക്ലൂഡാണ്, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഇൻക്ലൂഡഡാണ്. അതുപോലെ തന്നെ ഹാഫ് ഡേ ട്രക്കിംഗ് പ്രോഗ്രാം, നേച്ചർ വാക്ക് പ്രോഗ്രാമുകളുണ്ട്. കുറച്ച് നടന്ന് കാടിനെ ആസ്വദിച്ച് വരാൻ പറ്റുന്ന പ്രോഗ്രാമാണ്. 400 രൂപ മാത്രമാണ് പെർ ഹെഡ് ചാർജ് ചെയ്യുന്നത്. 2.5 മണിക്കൂറാണ് അതിൻ്റെ സമയം വരുന്നത്. അതിൽ ബാംബൂ റാഫ്റ്റിംഗ് പ്രോഗ്രാമുകളുണ്ട്. ബാംബൂ റാഫ്റ്റിംഗ് ഹാഫ് ഡേ ഉണ്ട്, ഫുൾ ഡേ ഉണ്ട്. ഒരു ദിവസം ഫുള്ള് കാടിനുള്ളിലേക്ക് നടന്നു പോയി അവിടെ നിന്ന് ബാംബൂ റാഫ്റ്റിംഗ് നടന്ന ഫുൾ ഡേ പ്രോഗ്രാമുകളുണ്ട്. ഉച്ചവരെയുള്ള ബാംബൂ റാഫ്റ്റിംഗ് പ്രോഗ്രാമുകളുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള നടത്തവും കൊണ്ട് സമ്പന്നമായ ഒരു കാടാണ് പെരിയാർ കടുവ സംഘം. കാടിനുള്ളിൽ നടന്നു പോയി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒറ്റയൊരു കാട് ഇതായിരിക്കും കേട്ടോ. ഇതൊന്നും കൂടാതെ കാടിനുള്ളിലേക്ക് നമുക്ക് നടക്കാൻ സാധിക്കുകയില്ല എന്നുള്ളവർക്ക് വേണ്ടി മറ്റൊരു പ്രോഗ്രാം കൂടി ഇവിടെയുണ്ട്. തേക്കടിയിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച് ഗവിയിലേക്കുള്ള സഫാരി ബസ് പോകുന്നുണ്ട്. രാവിലെ പോയി ഉച്ചയോടുകൂടി തിരിച്ചു വരുന്ന ബസ് സർവീസുകളുണ്ട്. ബസ് സഫാരിയും അവൈലബിൾ ആണ്. ഇതാകുമ്പോൾ നടക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അല്ലെങ്കിൽ നടന്നു പോകാൻ പേടിയുള്ളവർക്ക് വണ്ടിയിൽ പോയി ഗവിയിൽ പോയി കാഴ്ചകൾ കണ്ട് തിരിച്ചു വരാവുന്നതാണ്. പെരിയാർ കടുവ സങ്കേതത്തിലെ മറ്റൊരു ലൊക്കേഷനിലിരിക്കുന്ന പ്രോഗ്രാമാണ് ജംഗിൾ ക്യാമ്പ് എന്ന് പറയും. ഇത് വള്ളക്കടവിലാണ് ഇരിക്കുന്നത്. ഞാനിപ്പോൾ ആദ്യം പറഞ്ഞതെല്ലാം തേക്കടിയിൽ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതാണ്. തേക്കടിയിലിരിക്കുന്ന പ്രോഗ്രാമുകളാണ്. മറ്റ് ജംഗിൾ ക്യാമ്പ് എന്ന് പറയുന്നത് വള്ളക്കടവ് ചെക്ക് പോസ്റ്റിനുള്ളിൽ ഇരിക്കുന്ന പ്രോഗ്രാമാണ്. വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ അകത്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ജംഗിൾ ക്യാമ്പ്. ഈ ജംഗിൾ ക്യാമ്പിന് 5500 രൂപയാണ് 2 പേർക്ക് ചാർജ് ചെയ്യുന്നത്. വളരെ തുച്ഛമായ റേറ്റാണ്. ഈ പ്രോഗ്രാം വളരെ വെർത്തായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. നമുക്ക് താമസം, ഭക്ഷണം, ട്രക്കിങ്, രാവിലെ ഗവിയിലേക്കുള്ള സഫാരി, അതുപോലെ തന്നെ വൈകുന്നേരം തേക്കടി ലേക്കിൽ ബോട്ട് സർവീസ്, ഇത്രയും ഉൾപ്പെടുന്ന ഒരു പാക്കേജാണ് 2 പേർക്ക് 5500 രൂപയ്ക്ക് തരുന്നത്. തീർച്ചയായും വളരെ വെർത്തായിട്ടുള്ള പ്രോഗ്രാമാണ്. ഇവിടെ നമുക്ക് ഫാമിലിയായിട്ട് വരുവാൻ സാധിക്കും. കാരണം ഇവിടെ ഒരുപാട് ടെൻറ്റ് ഹൗസുകളുണ്ട്. ടെൻറ്റ് ഹൗസുകളാണ്. ഒരു ടെൻറ്റിൽ 3 പേർക്ക് വരെ നമുക്ക് താമസിക്കുവാൻ സാധിക്കും. ഇവിടെ മാനമുട്ടി മല എന്ന് പറയുന്ന മലയിലേക്ക് പോയ മനോഹരമായ ഒരു കുന്നിൻ മുകളാണ്. നല്ല ഹാർഡ് ട്രക്കിംഗ് ആണ് കേട്ടോ. പറഞ്ഞില്ല എന്ന് വേണ്ട. കാരണം വളരെ ചെങ്കുത്തായ കയറ്റം കയറി മലയുടെ മുകളിൽ പുൽമേടിൽ ചെന്ന് മനോഹരമായ കാഴ്ചകൾ കാണുവാനും വൈൽഡ് ആനിമൽസിൻ്റെ തൊട്ടടുത്തുകൂടെ മലയുടെ മുകളിലൂടെ നടന്നു പോകാനും സാധിക്കും. ഇത്രയും മലയുടെ മുകളിൽ ചെല്ലുമ്പോൾ നമ്മളെ കാത്തു നിൽക്കുന്നത് കാട്ടാനകളും കാട്ടുപോത്തുകളും കരടികളും ഒക്കെ ആയിരിക്കും കേട്ടോ. എനിക്ക് ഇവിടെ കിട്ടിയ കാഴ്ചകളാണ് കാട്ടാനയും കാട്ടുപോത്തും കരടിയും. അതുകൊണ്ട് ഈ ജംഗിൾ ക്യാമ്പും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അത്ര മനോഹരമായ ഒരു ലൊക്കേഷനിൽ താമസിച്ച് കാടിനുള്ളിൽ താമസിച്ച് വലിയ മലയിലേക്ക് ട്രക്കിങ് പോയി കാട്ടാനകളെ കണ്ട് തിരിച്ചു വന്ന് താമസിച്ച് രാത്രിയിൽ പുലർച്ചയോട് ഗവിയിലേക്ക് വണ്ടിയിൽ സഫാരി പോയി മൃഗങ്ങളെ കാണുകയും വൈകുന്നേരം തേക്കടിയിൽ നിന്നും ബോട്ടിൽ യാത്ര ചെയ്ത് കാഴ്ചകൾ കാണുവാനും നമുക്ക് സാധിക്കുന്ന ഒരു പ്രോഗ്രാമാണ് കേട്ടോ ജംഗിൾ ക്യാമ്പ്. കൊടുക്കുന്ന ക്യാഷിന് മുതലാകുന്ന ഒരു പ്രോഗ്രാമാണ് ജംഗിൾ ക്യാമ്പ് എന്ന് പറയുന്നത്. കാരണം ഇത്രയും സാഹചര്യങ്ങളുണ്ട്. ട്രക്കിങ്, സഫാരി, ഫുഡ്, ബോട്ടിങ് എല്ലാം ഉൾപ്പെടുന്ന പാക്കേജ്. ഇതൊക്കെ തന്നെ കൊണ്ടാണ് ഞാൻ ഈ പെരിയാറിനെ ഇത്രയേറെ ഇഷ്ടപ്പെടുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച് കാടിനുള്ളിൽ നമുക്ക് നടക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കാടിനുള്ളിൽ നടന്നുപോയി താമസിക്കാൻ. എന്തുകൊണ്ടാണ് പെരിയാറിലേക്ക് യാത്ര പോകുന്നതെന്ന് നിങ്ങൾക്കിപ്പം മനസ്സിലിട്ടുണ്ടാവും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ താങ്ക് യു.